ടി പി രാമകൃഷ്ണൻ ടെലിഫോൺ ചെയ്യുന്നു. ടി പി രാമകൃഷ്ണൻ, എപ്പോഴായിരിക്കും CPM-ന്റെയും CPI-യുടെയും ഇപ്പോൾ CPI വൈകിട്ട് 4 മണിക്ക് 4 മണി കഴിഞ്ഞ് വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്, എപ്പോഴാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർണ്ണമാവുക ശ്രീ ടി പി രാമകൃഷ്ണൻ? തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സ്ഥാനാർത്ഥികളുടെ പേരുകളെല്ലാം ബന്ധപ്പെട്ട പാർട്ടികൾ പ്രഖ്യാപിച്ചു. CPIM-ന്റെ പേരുകളെല്ലാം ഇന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ് മാഷി AKG സെന്ററിൽ ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം അവിടെ പ്രഖ്യാപിക്കും. ഇന്ന് തന്നെ ഉണ്ട്. ഇന്ന് തന്നെ പ്രസ്ഥാനം CPM നേരത്തെ സംഘടനാപരമായി തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി ഏതെങ്കിലും മണ്ഡലത്തിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റോ നീക്കുപോക്കോ ഉണ്ടെങ്കിൽ അവിടെ മാത്രമാണ് ബാക്കി വരിക. ബാക്കിയെല്ലാം പൊതുവായിട്ടുള്ള സ്ഥാനാർത്ഥികളെല്ലാം ഇന്ന് പ്രഖ്യാപിക്കും. ടി പി രാമകൃഷ്ണൻ, ഇവിടെ നമുക്ക് ഏപ്രിൽ ആദ്യവാരം ഈസ്റ്റർ ഉണ്ട്, ഏപ്രിൽ 2-ാം വാരം വിഷു ഉണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു ആഘോഷ കാലയളവാണത്. അപ്പോൾ നമ്മുടെ ഒരു പ്രിഫറൻസ് ഏത് തീയതിക്കുള്ളിൽ നടക്കുന്നതാകും നമുക്ക് സംസ്ഥാനത്തിന് നല്ലത്? ടി പി രാമകൃഷ്ണൻ, അവരുടെ ഡേറ്റ് കൂടി പറഞ്ഞതിന് ശേഷമേ ആ ഡേറ്റിന്റെ പ്രതികരണം പറയാൻ കഴിയുള്ളൂ. സ്വാഭാവികമായിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. ടി പി രാമകൃഷ്ണൻ, ഇവിടെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന ഈ ദിവസം LDF-ന്റെ പ്രതീക്ഷ എന്താണ്? 3-ാം ഊഴം പിണറായി സർക്കാർ 3.0 എന്ന ഒരു ഭരണ തുടർച്ച കൂടി എന്ന പരിപൂർണ കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടോ ടി പി രാമകൃഷ്ണൻ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3-ാം തവണയും അധികാരത്തിൽ വരും. അതിൽ ഞങ്ങൾ പൂർണ്ണ കോൺഫിഡൻസിലാണ്. കേരളത്തിന്റെ ജനങ്ങളുടെ ജീവിതാനുഭവമാണത്. ക്ഷേമപ്രവർത്തനങ്ങൾ ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളത് ജനങ്ങളുടെ ജീവിതാനുഭവമാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒറ്റ ചോദ്യം കൂടി, CPM CPI-യും അല്ലെങ്കിൽ മറ്റു പാർട്ടികളൊക്കെ അവരുടേതായ രീതിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കലാണോ, അതോ LDF-ന്റെ ഒരു സംയുക്ത സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നതുണ്ടോ ടി പി രാമകൃഷ്ണൻ? ഓരോ പാർട്ടിയുമാണ് ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് പ്രഖ്യാപിക്കുക. അതാണ് സാധാരണ രീതി. അത് തന്നെയാണ് ഈ തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ടി പി രാമകൃഷ്ണൻ. അപ്പോൾ ഇപ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ പോകുന്ന ദിവസമാണ്. നമുക്ക് കുറേയധികം രാഷ്ട്രീയ ചോദ്യങ്ങൾ എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിൽ ചോദിക്കാനുള്ളതൊക്കെ രാഷ്ട്രീയ ചോദ്യങ്ങൾ തന്നെയാണ്. ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ഏത് രീതിയിൽ സ്വാധീനിക്കും, ക്ഷേമ പെൻഷൻ ഏത് രീതിയിൽ സ്വാധീനിക്കും, ഭരണവിരുദ്ധ വികാരത്തിന്റെ തോത് ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ട്, 2 തവണ 10 വർഷം ഭരിച്ച് 11-ാം വർഷത്തിലേക്ക് അല്ലെങ്കിൽ 3-ാം ഊഴത്തിലേക്ക് ഭരണം തേടുന്നവർ അങ്ങനെ വലിയ ഭരണവിരുദ്ധ വികാരം ഇല്ലെങ്കിൽ, 10 വർഷത്തിന് ശേഷം അങ്ങനെ വികാരം ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ സൂചന, തുടങ്ങിയ വളരെ ആഴത്തുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾ തന്നെയാണ് ഇനിയുള്ള മണിക്കൂറിൽ ചോദിക്കാൻ. അതുകൊണ്ടാണ് ടി പി രാമകൃഷ്ണനോട് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.